ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചു. അപ്പോ യൂനസ് ഒക്കെ കരുതിയത് ഷെയ്ഖ് ഹസീന ഇപ്പൊ തന്നെ ഇങ്ങ് വിട്ടുതരും ഇന്ത്യ എന്ന്. പക്ഷെ രാഷ്ട്രീയ അഭയാർത്ഥികളെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോ ഔദ്യോഗികമായി ഒരു കത്ത് ബംഗ്ലാദേശ് ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ്. ഈ കത്ത് വായിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടലിലൂടെ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് നൽകണം എന്നാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ വിട്ടുകൊടുക്കില്ല. പക്ഷെ ഇതിന് ഇന്ത്യ ഒരു മറുപടി നൽകുമായിരിക്കുമല്ലോ. അതെന്താണ് എന്ന് ചിലപ്പോ, എന്നാൽ നമ്മുടെ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും ഇന്ത്യ മറുപടി നൽകുന്നത്? ഇന്ത്യ ബംഗ്ലാദേശും തമ്മിൽ 2013 ഒരു കരാറുണ്ട്, ഈ ക്രിമിനൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നത്. 2016 അത് കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ആദ്യമേ ഒരു കാര്യം പറയാൻ കഴിഞ്ഞു, വിധി വന്നതിന് ശേഷം തന്നെ ഇന്ത്യ അവർ കത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു ഇത് ക്രിമിനൽസ് അല്ല, ഇത് രാഷ്ട്രീയ തടവാണെന്ന് ഉള്ള രീതിയിൽ കൊടുക്കത്തില്ലെന്നുള്ള രീതി ഇൻഡയറക്റ്റായിട്ട് സംസാരിച്ചു. അപ്പം ഇതിനകത്ത് കത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ആദ്യം കത്ത് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് ഈ കേസിന്റെ സമൻസ് ഉൾപ്പെടെ വിധി ഉൾപ്പെടെ ഉള്ളതിന്റെ ഫുൾ ഡീറ്റെയിലിങ്സ് ആയിട്ടുള്ള കാര്യം കൊടുക്കണം. അപ്പൊ അതിന്റെ നേരത്തെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? യൂനസ് വന്നപ്പോഴേ കത്ത് കൊടുത്തായിരുന്നു വിട്ടു കൊടുക്കണം. കാരണം യൂനസ് ആണല്ലോ വന്നതിന് ശേഷം യൂനസിന്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ സംഘം യൂനസിന്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനം ഇത് അന്വേഷിച്ചു. കാരണം അവരെ അന്നേ വിധിച്ചു തൂക്കിക്കൊല്ലുവന്നു. കാരണം അന്ന് അവരുടെ പാർട്ടി അവിടുന്ന് അവാമി ലീഗിനെ നിരോധിച്ചു. അപ്പം ഇവർ വീണ്ടും വന്നാൽ അവർക്ക് അവിടെ ജനാധിപത്യം അല്ലെങ്കിൽ ഹിതപരിശോധന നടത്തിയാൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി വേണ്ടി അവർ അധികാരത്തിൽ വരും. അപ്പൊ അവരുടെ പാർട്ടിയെ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഇതിപ്പോൾ. ഇപ്പൊ ഇതിനകത്ത് ഈ കാര്യങ്ങൾ 2016 വ്യക്തപ്പെടുത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ തരുന്ന തെളിവുകൾ, ഇവർ തരുന്ന ഡോക്യുമെന്റ് അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഇവരെ കൊല്ലുന്നതിന് വേണ്ടി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് പരിശോധിക്കാൻ പറ്റുന്ന ഒരു ഇതുകൂടെ ഉണ്ട് ആ കരാറിനകത്ത്. അപ്പൊ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാധീനം ചെലുത്തിയിട്ടല്ലേ? യൂനസിന്റെ താല്പര്യം ഹസീനയെ കൊല്ലണമെന്നുള്ളത്. യൂനസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ആളല്ല. അയാൾ എത്രയോ കാലം കൊണ്ട് അയാളെ തൽക്കാലത്തേക്ക് ആര് വെച്ച് പോടി, ആരോ താല്പര്യമുള്ളവർ വെച്ചു. നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ രാജ്യം പറയുമ്പോൾ ലോകം പറയുന്നു അമേരിക്കൻ ചാര സംഘടന അതിന്റെ പുറകിലെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഒരുത്തിയെ അട്ടിമറിയിൽ കൂടി പുറത്താക്കി അട്ടിമറി നടന്നപ്പോൾ ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടത് ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തെ കത്തിക്കാൻ വന്നാൽ നമ്മൾ വെടിവെക്കും, പട്ടാളം ചിലം വെടിവെക്കും, പോലീസ് രാത്രിച്ചാലം നടത്തും, വെള്ളം തളിക്കും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നടക്കുകയേ ഉള്ളൂ. അത് പിന്നെ കുറ്റമായി കുഴപ്പമായി ഈ ഒരു രാജ്യത്തെ അട്ടിമറിക്കാൻ നിന്നതും ആ രാജ്യത്തെ നശിപ്പിക്കാൻ നിന്നവരെ എല്ലാം ഗ്ലോറിഫൈ ചെയ്തു, അവർ പാർട്ടി ഉണ്ടാക്കി, അവർ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അതൊന്നും ഇന്ത്യ മഹാരാജ്യത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അപ്പം തന്നെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്തായാലും കൊടുക്കത്തില്ല. ഞാനീ പറഞ്ഞത് അതിൻ്റെ ഒരു നിയമവശമാണ്. അല്ല, ഗൗരവമായിട്ടേ ഈ വിഷയം ഇന്ത്യ കണക്കിലെടുക്കും. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ 2013 കരാർ അനുസരിച്ചിട്ട് പരസ്പരം രാഷ്ട്രങ്ങൾ കുറ്റവാളികളെ കൈമാറും. അത് കുറ്റവാളികളെയാണ് കൈമാറും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീനയെ കുറ്റവാളിയായിട്ട് ഇന്ത്യ കണക്കാക്കുന്നില്ല. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരുന്നത് കുറ്റവാളിയായിട്ടല്ല, രാഷ്ട്രീയ അഭയാർത്ഥി എന്ന നിലയ്ക്കാണ്. ഇതിന് നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഞാൻ നേരത്തെ ഒക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ദലൈലാമ ചൈനയിൽ നിന്ന് ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായിട്ട് സ്വീകരിച്ചു. അതുവരെയും ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ സൗഹൃദം നിലനിന്നിരുന്ന ആ സൗഹൃദം തകർക്കുന്നതിന് കാരണമായി തീർന്നത് ദലൈലാമയെ നമ്മൾ സംരക്ഷിച്ചതാണ്. പക്ഷേ അന്ന് നെഹ്റു അതേപോലെ ഇന്ത്യയും എടുത്ത തീരുമാനം ദലൈലാമയെ വിട്ടുകൊടുക്കില്ല എന്നാണ്. ഷെയ്ഖ് ഹസീനയെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. അവരെന്ത് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ വിട്ടുകൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണത്. ആ രാഷ്ട്രീയ തീരുമാനത്തിൽ നിന്ന് നമ്മളെ മാറ്റാൻ ഉള്ള ശേഷി യൂനസിനോ യൂനസിൻ്റെ അപ്പനോ ഇല്ല എന്നുള്ളതാണ്. കാരണം യൂനസ് ഒരു രാഷ്ട്രീയക്കാരൻ പോലും അല്ല. അയാളൊരു വെറുതെ പാവയാണ്. നേരത്തെ പ്രശ്നം പറഞ്ഞമാര് അയാളെ വെറുതെ അവിടെ കയറ്റിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒന്നുമില്ല. അപ്പോൾ ആരൊക്കെ പറയുന്നതനുസരിച്ച് അയാൾ എഴുതി കത്ത് കൊടുത്ത് ഇന്ത്യക്ക് വിട്ടിരിക്കുകയാണ് ഇപ്പം. ആ കത്തിനെ അങ്ങനെ തന്നെ മാത്രമേ ഇന്ത്യ കണക്കാക്കുള്ളൂ. പക്ഷേ ഇന്ത്യ വളരെ ഗൗരവമായിട്ട് അവിടെ നടക്കുന്ന നീക്കങ്ങളെ കണക്കാക്കുന്നുണ്ട്. ജൻസി കലാപം എന്നൊക്കെയാണ് ഈ കലാപം വിശേഷിപ്പിക്കപ്പെട്ടത്. കാരണം ക്യാമ്പസുകളെ കുട്ടികളിലൊക്കെ ഇറങ്ങിയ കലാപമാണ്. പക്ഷേ പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടി അല്ലേ? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് വളരെ ശക്തമായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളാണ് എന്നുള്ള കാര്യം വ്യക്തമായി. അമേരിക്കയുടെ പിന്തുണയുണ്ട്. ഇസ്ലാമിസ്റ്റുകൾ തിരിച്ചു വരുന്നു. അതായത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റമാണ്. ആ മാറ്റം എന്ന് പറയുന്നത്
മതത്തിലൂന്നിയ ഒരു പ്രവർത്തനമല്ലാത്തതായ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനമായിട്ട് അത് മാറിത്തീർന്നു. അതിന് കുറേ മതേതര മൂല്യ സ്വഭാവങ്ങളുണ്ടായി. അങ്ങനെ അത് വളർന്നപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇസ്ലാമിസ്റ്റുകൾക്ക് യാതൊരു പ്രാമുഖ്യമില്ലാത്ത ഒരു സ്ഥിതി വന്നു. അങ്ങനെയാണ് അത് പുതിയ രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറിത്തീരുകയും അവരുടെ GDP തന്നെ നല്ല ഉയർന്ന നിലവാരത്തിലേക്കൊക്കെ വന്നു. അതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ വികസന രാഷ്ട്രത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത യഥാർത്ഥത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വളർന്നു വന്ന ഇടത്താണ് പിന്നീട് അവിടെ ഉണ്ടായ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരെല്ലാം വളരെ അഴിമതിക്കാരും അതുപോലെ തന്നെ ജീർണിച്ചരും ദുർബലമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറി. അതുകൊണ്ടൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ കലാപത്തിന് ശക്തി പ്രാപിക്കാനായിട്ട് കഴിഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. പക്ഷേ അവിടുത്തെ പട്ടാള മേധാവി തന്നെയാണ് ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സഹായമൊക്കെ ചെയ്തു കൊടുത്തു. അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ രക്തസാക്ഷിത്വം വരിക്കായിരുന്നു. കാരണം ബംഗ്ലാദേശ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നല്ലോ ഇത് കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നത്. ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും കൊന്നു കളഞ്ഞ ഒരു സ്ഥലമാണ്. 38 പേര് ഒറ്റ അടിക്കത്ത് കൊന്നു കളഞ്ഞ ഒരു സ്ഥലമാണ്. ഇവര് ഷെയ്ഖ് ഹസീന അന്ന് ലണ്ടനിൽ പഠിക്കാൻ പോയ പേരിൽ മാത്രം രണ്ടുപേരും വെളിയിലായതുകൊണ്ട് രക്ഷപ്പെട്ടു, 2 സഹോദരികൾ. അതെ, അല്ലെങ്കിൽ ഒരിക്കലും ആ കുടുംബത്തിന്റെ ബാക്കി ഉണ്ടാവില്ലായിരുന്നുള്ള. ഇപ്പൊ ആ കുടുംബത്തിന്റെ ഒരു ബാക്കിയാണ് ഇവരെ ഭയക്കുന്നു. കാരണം രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ അവർക്ക് ശേഷിയുണ്ട്. അവിടെ ഇവരുടെ പാർട്ടി അവാമി ലീഗ് അത് തീർച്ചയായിട്ടും വീണ്ടും അതിനിപ്പോൾ നിരോധിച്ചു. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ അങ്ങനെ നിരോധിക്കപ്പെട്ടതുകൊണ്ട് ഒരു പാർട്ടിയോ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളോ ഒരു രാഷ്ട്രത്തിനും ഇല്ലാതായ ചരിത്രം നമുക്കില്ല. അത് ഇങ്ങനെ ഉയർന്നു വരും. നിരോധിക്കപ്പെട്ടവർ കുറേ കഴിഞ്ഞ സമയത്ത് നിരോധനം പിൻവാങ്ങപ്പെടുന്ന സമയത്ത് പുറത്തു വരികയും അതീവ ശക്തിയോടെ അവർ അധികാരത്തിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിൽ വരും, അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് അവർക്ക് ജീവനുണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് അന്നേരത്തെ പിടിച്ച് കൊല്ലാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നിയമം വഴി ഇവരെ തൂക്കിക്കൊല്ലും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ അവരെ ഇന്ത്യ വിട്ടുകൊടുത്താൽ ഇന്ത്യക്ക് ചരിത്രത്തിൽ മാപ്പ് കിട്ടില്ല എന്നുള്ളത്. ഇന്ത്യ വിട്ടുകൊടുക്കത്തില്ല സാർ. മുമ്പേ പറഞ്ഞതുപോലെ നമുക്കൊരു ചരിത്രം ഉണ്ടല്ലോ, ഭാരതത്തിന്റെ ചരിത്രമുണ്ട്. ആശ്രയിക്കുന്നവനെ വിട്ടുകൊടുക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക്. അതെ, ചൈനയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ വിട്ടുകൊടുക്കുന്ന വിഷയമില്ല. അപ്പൊ വിട്ടുകൊടുക്കുന്നതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ വെച്ചു വരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പം അടുത്ത സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ അമേരിക്കയാണ് അട്ടിമറി നടത്തുന്നതെങ്കിലും അതിനകത്ത് ഈ ചാരപ്പണിക്ക് ഒരു ഡബിളിംഗ് ഉണ്ടല്ലോ. ഇപ്പൊ നിൽക്കുന്ന കരസേന മേധാവി ഉണ്ടല്ലോ അവിടുത്തെ, ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പൊ ഈ ഒക്കാർ അപ്പം ഇലക്ഷൻ നടത്തണമെങ്കിൽ കരസേന മേധാവിയുടെ അധികാരം അവരുടെ കയ്യിലോട്ട് വന്നാൽ മതിയല്ലോ. സാറി പറഞ്ഞ നിരോധനമൊക്കെ അന്നേരം മാറും. കാരണം ഇപ്പൊ അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കും യൂനസിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇലക്ഷൻ വേണമെന്നാ, ജനാധിപത്യ സംവിധാനം തിരിച്ചു കൊണ്ടുവരണമെന്നാ പ്രതിപക്ഷ കക്ഷിക്കും അത് തന്നെ ആവശ്യം. യൂനസിന് ഇത് ഒരിക്കലും നടക്കരുത്. യൂനസിന് നടന്നാൽ യൂനസ് വെളിപ്പോവും. അട്ടിമറിക്കാൻ യൂനസിനെയും ജമാഅത്തെ ഇസ്ലാമിയും സാറി പറഞ്ഞതുപോലെ അന്ന് ഹസീന അടിച്ചമർത്തി വെച്ചിരുന്നവർക്ക് വേണ്ട ബലം കൊടുത്ത് അമേരിക്കയും ചൈനയും കൂടെ നടത്തിയതാണ്. പക്ഷെ ഇപ്പം ആ ഹസീനെ അട്ടിമറിക്കുന്നതിന് പ്രതിപക്ഷം ഒന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ അന്ന് അട്ടിമറിച്ച വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. അവർക്കും മത്സരിക്കണം, മറ്റവർക്കും മത്സരിക്കണം. യൂനസിന് ഈ സ്ഥാനം ഉറപ്പിച്ച് അവിടെ ഇരിക്കണം. അപ്പം യൂനസിന്റെ പുറകെ ജമാഅത്തെ ഇസ്ലാം. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുവരുന്നതിനകത്ത് അതിനകത്ത് ഒരു റെസ്യൂം ചേഞ്ചിന് ഇന്ത്യ ശ്രമിച്ചേക്കും. അല്ല, ഇന്ത്യ അതിനകത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളാരും വിചാരിച്ചിരുന്നില്ല അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഇടപെടുകയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയില്ലേ, അല്ലേ? അതെ. അതുപോലെ ബംഗ്ലാദേശിൽ പല സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. പലതരത്തിലുള്ള ഛിദ്രശക്തികൾ എന്നൊക്കെ വിശേഷിക്കും. അവരൊക്കെ രണ്ടുകൊണ്ടത്തിനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അജ്ഞാതൻ അത് നടത്തി താർത്തു തരിപ്പണാക്കി എന്ന് പറയുന്ന വാർത്തകൾ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത അല്ലേ? ഇറങ്ങേണ്ടി വരും. അല്ല, അതായിരിക്കും സംഭവിക്കുമാണ്. ഓക്കെ.